സഹൃദയനായ കലാസ്നേഹി, ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനുള്ളവനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ 1000 ക്രൈസ്തവ അഭിവാദനങ്ങൾ. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പ്രമേയം അപ്പോസ്തലനായ പൗലോസ്. ഞങ്ങളുടെ കഥയുടെ പേരാണ് ദമസ്കോസിലെ കുതിരക്കുളമ്പടി. കാലഘട്ടം AD 32. ചരിത്രമിറങ്ങുന്ന ദമസ്കോസിന്റെ തെരുവീതികളിലൂടെ താൻ നയിക്കുന്ന വാഹനവ്യൂഹത്തെ പായിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധികാരപത്രം, വലം കൈയിൽ കുതിക്കുന്ന കുതിരയുടെ കടിഞ്ഞാൻ, കണ്ണുകളിൽ തീ പാറുന്ന പകയുടെ കണ്ണൻ, പാഞ്ഞു വരുന്ന ആ മനുഷ്യനെ നോക്കൂ. ആരാണവൻ? അവനാണ് നമ്മുടെ കഥാനായകൻ. വലിയവനാകണമെന്ന് ആഗ്രഹിച്ചവൻ. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ജീവിതത്തിന്റെ ഗതി മാറി ഒരു ദൗത്യത്തിന്റെ ഭാഗമെന്ന വണ്ണം ചെറിയവൻ എന്ന അപരനാമത്തിൽ അവർ അറിയപ്പെട്ട ശൗൽ എന്ന പൗലോസ്. ഈ പൗലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പരിച്ഛേദനായേറ്റവൻ, പരീക്ഷ പ്രമാണങ്ങളിൽ ഭൗതികനാണവൻ, സമർത്ഥനാണവൻ, ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യൻ. ഭൗതികനാണവൻ, സമർത്ഥനാണവൻ, ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യൻ. 3 കോടിയിലധികം വില വരുന്ന വസ്തുവകൾക്ക് ഉടമയായവൻ, ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവൻ, പിതാമഹനായിരുന്ന യാക്കോബിന്റെ ജന്മവിശിഷ്ടാൽ ബെന്യാമിൻ ഗോത്ര പാരമ്പര്യത്തിൽ ജനിച്ചവൻ, ക്രിസ്ത്യാനികളെ തച്ചു തകർക്കുവാൻ അധികാരപത്രവുമായി പാഞ്ഞു പോകുന്ന ശൗലിന്റെ വാഹനവ്യൂഹത്തിനു നേരെ ആയിരക്കണക്കിന് സൂര്യഗോളങ്ങൾ ഒരുമിച്ചുദിക്കുന്നത് പോലെയുള്ള പ്രകാശം ചുറ്റുമിന്നി ലക്ഷ്യത്തിലെത്തിയാലും തളരാത്ത തന്റെ കരുത്തനായ കുതിര താൻ കണ്ട ഭീതിജനകമായ കാഴ്ചയിൽ മുഖം വെട്ടിത്തിരിച്ചു. താൻ കണ്ട പ്രകാശത്തിന്റെ ഉറവിടത്തിലേക്ക് നോക്കുവാൻ ശ്രമിക്കവേ അമ്പയെ പരാജയപ്പെട്ട് ശൗൽ താനിരുന്ന കുതിരപ്പുറത്തു നിന്നും തെറിച്ചു വീണു. തന്റെ ജന്മവൈശിഷ്ട്യം കൊണ്ടും താൻ സാഹിത്യമാക്കിയ വിദ്യാബാഹുല്യം കൊണ്ടും തന്റെ ഉൾത്തടത്തിൽ തടഞ്ഞു നിർത്തപ്പെട്ട ആ ചോദ്യം ഒരു ഗദ്ഗതമായി പുറത്തേക്ക് വന്നു. തന്നെ കീഴ്പ്പെടുത്തിയ പ്രകാശത്തിന് മുന്നിൽ അരികെ വെച്ചുകൊണ്ട് തന്റെ മാതൃഭാഷയിൽ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? ഒരു മറുപടിക്കായി കാതോർത്തിരുന്ന പൗലോസിന് നിശബ്ദത തളം കെട്ടി നിന്ന ആ ശ്മശാന ഭൂമിനെ കീറി മുറിച്ചുകൊണ്ട് ഉയരത്തിൽ നിന്ന് ഒരു മൃദുസ്വരം, നിങ്ങൾക്കു ശിക്ഷയേറ്റ ക്രിസ്തുവാണു ഞാൻ. നിങ്ങൾക്കു ശിക്ഷയേറ്റ ക്രിസ്തുവാണു ഞാൻ. തന്നെ കീഴ്പ്പെടുത്തിയ പ്രകാശത്തിൽ നിന്ന് വീണ്ടും ആ ശബ്ദം പൗലോസിനോട് ആവശ്യപ്പെട്ടു. അതൊരാജ്ഞയായിരുന്നു. വെടിയുക നീ അധികാരപത്രം, എന്തുക സുവിശേഷ ദീപം. വെടിയുക നീ അധികാരപത്രം, എന്തുക സുവിശേഷ ദീപം. യഹൂദ മത നേതാക്കന്മാരിൽ നിന്നും സുവിശേഷത്തെ തുടച്ചു നിൽക്കുവാൻ തനിക്ക് ലഭിച്ച അധികാരപത്രം അവജ്ഞയോടെ ശൗൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അന്നു മുതൽ ശൗലിന്റെ രൂപം മാറി, ഭാവം മാറി, സ്വഭാവം മാറി. എന്തിനേറെ പറയുന്നു, ശൗലിന്റെ പേര് പോലും മാറി. അന്നു മുതൽ ശൗൽ പൗലോസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ക്രിസ്തുവിൻ സ്നേഹം എന്നിൽ വരുമ്പോൾ എൻ രൂപം മാറും, എൻ ഭാവം മാറും. ക്രിസ്തുവിൻ സ്നേഹം എന്നിൽ വരുമ്പോൾ എൻ രൂപം മാറും, എൻ ഭാവം മാറും. പുതു മനുഷ്യനായി ഞാൻ തീർന്നിടുവേ. ക്രിസ്തുവിൻ സ്നേഹം എന്നിൽ വരുമ്പോൾ പുതു മനുഷ്യനായി ഞാൻ തീർന്നിടുവേ. ക്രിസ്തുവിൻ സ്നേഹം എന്നിൽ വരുമ്പോൾ
സഹൃദയരെ, എന്റെ കഥയുടെ പ്രധാന ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. താൻ കേട്ട സുവിശേഷത്തിന്റെ ആജ്ഞാനുവർത്തിയായി നേർവീതിയുടെ തെരുവിലേക്ക്, അവിടെ നിന്നും പോരാട്ട വീര്യത്തിൽ അറേബ്യൻ മരുഭൂമിയിലേക്ക്, പിന്നെ യെരുശലേമിലേക്ക്, അവിടെ നിന്നും സുവിശേഷത്തിന്റെ ശങ്കുലം മുഴക്കുവാനായി രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഓരോ മിഷണറി യാത്രകളും സമാരംഭം കുറിക്കുവാനായി പൗലോസിന് പ്രതികൂലങ്ങൾ അനവധി അനുഭവിക്കേണ്ടി വന്നു. ആദ്യം പ്രലോഭനം, പിന്നെ പ്രതിസന്ധി. തളർന്നില്ല. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് അനേകരെ വലിച്ചെടുക്കുവാൻ ആ മനുഷ്യൻ സഹിച്ച യാതനകൾ പലവിധമായിരുന്നു. എന്തെല്ലാം യാതനകളാണ് ആ മനുഷ്യൻ സഹിച്ചത്? ജഡത്തിലെ ശൂലം വഹിച്ചുകൊണ്ട് കാറ്റിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, കഷ്ടത, പട്ടിണി, നഗ്നത, വിറവിളി, അങ്ങനെ ആപത്തനർത്ഥങ്ങൾ അനവധിയാടത്തിലെ ശൂലവും വഹിച്ചുകൊണ്ട്, ആപത്തനർത്ഥങ്ങൾ അനവധിയാ ജഡത്തിലെ ശൂലവും വഹിച്ചുകൊണ്ട്. സുവിശേഷ ഘോഷണത്തിന് മുന്നരി പോരാളിയായി മാറിയ പൗലോസ് അക്ഷരാർത്ഥത്തിൽ സഭകൾ സ്ഥാപിച്ച് ലോകത്തെ വെട്ടിപ്പിടിച്ചു. 1, 2, 3 മിഷണറി യാത്രകൾ നടത്തി ഒരു ഭ്രാന്തനെ പോലെ ക്രിസ്തുവിന്റെ സുവിശേഷമായി അദ്ദേഹം ഓടി നടന്നു. ഈ യാത്രകൾ തന്റെ തൂലികൾ കൊണ്ട് ഒപ്പിയെടുക്കുവാൻ വൈദ്യനായി ലൂക്കോസിന് ദൈവം അവസരം കൊടുത്തു. ശീലാസിനെയും ബർന്നബാസിനെയും പോലുള്ള വ്യക്തികൾക്ക് തന്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടാളിയാകുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കി. തീത്തോസിനും തീമത്യോസിനും ഒനേസിമസിനെയും പോലെയുള്ള നമ്മെ പോലുള്ള യുവരക്തങ്ങൾക്ക് ക്രിസ്തുവിന് വേണ്ടി തന്റെ ഹൃദയം തണുപ്പിക്കുവാൻ ദൈവം അവസരമൊരുക്കി. അങ്ങനെ യെരുശലേമിലും യഹൂദിയയിലും ജാതീയ പട്ടണങ്ങളും ക്രിസ്ത്യാനികൾ എണ്ണത്തിൽ പേരി. ഇത് കണ്ട ഭരണാധികാരികൾക്ക് വിളറി പിടിച്ചു. ക്രിസ്തുവിനെ ക്രൂശിച്ച പൗലോസിനെയും പീഡന പരമ്പരയും കുട്ടാരണ്യങ്ങളും അഴിച്ചുവിട്ടു. തന്നെ പരിഹസിച്ചവരോട് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാഹാത്മ്യത്തിൽ ആ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: അവസാന നാളിൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞ ആ ഭക്തന് തണുപ്പകറ്റാൻ ഒരു പുതപ്പ് പോലും സ്വന്തമായി ഉണ്ടായിരുന്നു. തനിക്കുണ്ടായ അവസ്ഥയിൽ പരിതപിക്കാതെ സഭകളെ ഊട്ടിയുറപ്പിക്കുന്ന ഈടുറ്റ ലേഖനങ്ങൾ ചമയ്ക്കുവാൻ ആ ഭക്തൻ മറന്നില്ല. ആ ലേഖനങ്ങൾ പിന്നീട് കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെട്ടു. റോമൻ ഭരണകൂട സുവിശേഷത്തെ തള്ളിപ്പറഞ്ഞാൽ വിട്ടയക്കാൻ വാദിയെ നിർദാക്ഷിണ്യം തള്ളി മാറ്റിക്കൊണ്ട് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ഉറക്കെ പ്രഖ്യാപിച്ച ഭക്തൻ മരണത്തെ വേൽക്കുവാനായി പുഞ്ചിരിയോടെ മുന്നോട്ട് കുതിച്ചു. ആ വന്ധ്യവയോധികന്റെ മുഖം കൂടുതൽ പ്രശോഭിതമാണ്. സഹൃദയരെ, പൗലോസിന് ശിക്ഷ വിധിച്ച ആ കൊലക്കളത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നോക്കൂ, ആ മനുഷ്യൻ നടന്നു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ജേതാവിനെ പോലെ തല ഉയർത്തിക്കൊണ്ട് അദ്ദേഹം നടന്നു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അദ്ദേഹം അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ അവജ്ഞയോടെ പൗലോസിനോട് ഇങ്ങനെ ചോദിച്ചു: അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഒരു ചെറുപുഞ്ചിരിയോടെ ആ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു: ഒരു ചർമ്മലിഖിതം എനിക്ക് ആവശ്യമുണ്ട്. ഒരു ചർമ്മലിഖിതം കൊണ്ടുവരൂ. ആ ചർമ്മലിഖിതം സന്തോഷത്തോടെ കരങ്ങളിൽ വാങ്ങി ഉള്ളിൽ തിളച്ചു വന്ന ക്രിസ്തു സ്നേഹത്തിന്റെ ആധിക്യത്തെ കടിച്ചമർത്തിക്കൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ എഴുതി: ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ലാഭമായതൊക്കെയും ഛേദമെന്നു എണ്ണിന, സൗഭാഗ്യമായതൊക്കെയും പിന്നിലേക്കെറിഞ്ഞു ഞാൻ. ലാഭമായതൊക്കെയും ഛേദമെന്നു എണ്ണിന, പിന്നിലെ മറന്നു ഞാൻ മുന്നിലെ യാത്രയിൽ.
ലാഭമായതൊക്കെയും ഛേദമെന്നു എണ്ണി ഞാൻ പിന്നിനെ മറന്നു ഞാൻ മുന്നിനെ യാത്രയിൽ. ആരാച്ചാരുടെ നിർദ്ദേശങ്ങൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹം അനുസരിച്ചു. ഒരു കറുത്ത തുണി കൊണ്ട് പൗലോസിന്റെ മുഖം മൂടപ്പെട്ടുവെങ്കിലും ആ ഭക്തന്റെ അകക്കണ്ണ് പ്രകാശിച്ചു. താൻ പണ്ട് ശൗലായിരുന്നപ്പോൾ സ്തെഫാനോസിനെ കൊല്ലുവാൻ കൊണ്ടുവന്ന അപ്പോൾ കണ്ട അതേ തീവ്രത ആ കണ്ണുകളിൽ ദർശിച്ചു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് പുത്രൻ മന്ദഹാസത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നതും കണ്ട ആ കാഴ്ച കണ്ട പൗലോസിന്റെ ഹൃദയം തുടിച്ചു. ഈ സമയം അനേക ശിരച്ഛേദങ്ങൾ ചെയ്തിട്ടുള്ള ആരാച്ചാരുടെ മൂർച്ചയേറിയ വാൾ ആകാശത്തിലേക്ക് ഉയർന്നു. കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ ഭക്തന്റെ ചേതനയേറ്റ ശരീരം ഒരു വശത്തും പുഞ്ചിരിക്കുന്ന ശിരസം മറുവശത്തും വിട്ടുപിരിഞ്ഞ് വസിക്കുവാൻ അദ്ദേഹം കാംക്ഷിച്ച ആത്മാവ് താൻ കാംക്ഷിച്ച കർത്തസന്നിധിയിലേക്ക് കരയേറിപ്പോയി. വാളിന് പോലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിറവേറി. അതെ, ആ രക്തത്തിൽ കുതിർന്ന മണ്ണിൽ നിന്നും അനേക ഭക്തന്മാർ ഉദയം കൊണ്ടു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പൗലോസിന്റെ തലമുറക്കാരായി നെഞ്ചും നെറ്റിയും കൊടുത്ത് അനേക പേർ രക്തസാക്ഷികളാകുവാൻ മുന്നോട്ട് വന്നു. ആരാണവർ? ജോൺ വിക്ലിഫ്, വില്യം ടിൻഡേൽ തുടങ്ങി 10 അല്ല 10,000 അല്ല 5 ലക്ഷത്തിലധികം രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്നാണ് ഞാൻ ഈ കഥ വിളിച്ചു പറയുന്നത് എന്നുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. ആർഷഭാരത സംസ്കാരം ഇറങ്ങുന്ന ഒറീസയുടെ വിരുമാറിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നോക്കൂ, ഒരു വാഹനം കത്തിക്കരിഞ്ഞ നിലയിൽ നിങ്ങൾ കാണുന്നില്ലേ? ആ വാഹനത്തിൽ 3 ജീവനുകൾ. ഗ്രഹാം സ്റ്റെയിൻസ് 2 മക്കൾ സുവിശേഷത്തിന് വേണ്ടി വെന്തുവേണ്ടിയാണ്. എന്റെ കഥയുടെ പ്രാരംഭ ഭാഗത്ത് വാഹനം ഉയർത്തി സഞ്ചരിക്കുന്ന പൗലോസിനെ സുവിശേഷത്താൽ പിടിക്കപ്പെട്ടതുപോലെ ഇതാ വാഹനം കത്തിക്കരിഞ്ഞത് മൂലം ഭാരതം സുവിശേഷത്താൽ പിടിക്കപ്പെട്ടു. അതിന്റെ ബാക്കി പത്രങ്ങളല്ലേ ഞാനും നിങ്ങളും? അങ്ങനെയെങ്കിൽ കാലഘട്ടത്തിന് ഇപ്പുറം നിന്നുകൊണ്ട് ഞാൻ അങ്ങേ തലക്കൽ വിളിച്ചു പറയുന്നു, ഹേ മിസ്റ്റർ പൗലോസ്, താങ്കൾ നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, താങ്കൾക്ക് നീതിയുടെ കിരീടം ലഭിച്ചുവെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. ഈ സമൂഹത്തെയും ദൈവസഭയെ സാക്ഷിയാക്കി ഞങ്ങൾ ഉറപ്പു തരുന്നു, താങ്കൾ തെളിയിച്ച സുവിശേഷ ദീപഗതിയുടെ ഇങ്ങേ തലക്കൽ ഞങ്ങളും അണിചേരുമെന്ന പ്രഖ്യാപനത്തോടെ ശോഭിത പ്രഭാതത്തിൽ ക്രിസ്ത ശോഭ ധരിപ്പാനുയർത്തുന്ന ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുന്ന ഭവനെ ആകാശമപ്പുറം ചെന്നിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരോ, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരോ. വിളിക്കുന്ന നേരത്തെ താങ്കളുടെ മുഖം എന്റെ പ്രാണപ്രിയനോടൊപ്പം കാണാമെന്ന പ്രത്യാശയോടെ ഈ കഥ ഇവിടെ സമാപിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ക്രൈസ്തവ അഭിവാദനങ്ങൾ.